ഹലോ സ്റ്റുഡൻസ്, ക്ലാസ് 10ലെ ഫസ്റ്റ് ചാപ്റ്ററായ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. റിമൈനിങ് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. അതായത് 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയതായിരുന്നു. 3 മാർക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ്? റൈറ്റ് ഇക്വേഷൻസ് ഫോർ ദീസ് റിയാക്ഷൻസ്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതേ മോഡലിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യനും ചോദിക്കാം. അതായത് നമ്മളൊരു 5ഓളം റിയാക്ഷൻസ്, ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഓരോ റിയാക്ഷൻ്റെ ഡെഫിനിഷനും അതിൻ്റെ അറ്റ്ലീസ്റ്റ് 1 എക്സാമ്പിളും നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. അപ്പോൾ ഡിഫറൻസായി നമ്മളതിൻ്റെ ഡെഫിനിഷൻ തന്നെ എഴുതിയാൽ മതി. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് കേസിലാണെങ്കിൽ more reactive element displaces a less reactive element from its salt solution. Double displacement ആണെങ്കിൽ there is an exchange of ions. ആ ഡെഫിനിഷൻ എഴുതാം. കൂടെ വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സിംഗിൾ ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഡബിൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുമ്പോൾ 2 ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലും വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഓരോ റിയാക്ഷൻസ് പഠിക്കുമ്പം ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിൾ അത് ബൈ ഹാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളെ മനസ്സിലുള്ള എക്സാമ്പിൾസ് നിങ്ങൾ എഴുതി നോക്കുക കേട്ടോ, കാണാതെ എഴുതി നോക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഇൻ ദ ഫോളോയിങ് എക്സാമ്പിൾ. നമുക്ക് ഇനി വരാൻ സാധ്യതയുള്ള വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇതല്ലേ. ഇപ്പോൾ ഓരോന്നിനും ഓരോ മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ആ ഫോർമാറ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ നോക്കിയേ, Na2SO4 BaCl2 പ്രൊഡക്ട്സ് എങ്ങനെയാണ് കിട്ടിയത്? BaSO4 NaCl അല്ലേ. അതായത് എയും Clഉം കമ്പൈൻ ചെയ്തു, Baയും SO4ഉം കമ്പൈൻ ചെയ്തു. അതായത് ഇവിടെ ശരിക്കും എന്താ സംഭവിച്ചത്? SO4 ഇങ്ങോട്ടും പോയി, Cl ഇങ്ങോട്ടേക്കും വന്നു അല്ലേ. അതായത് SO4നെ മാറ്റി Cl ഇവിടെ വന്നിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെയുണ്ട് അല്ലേ. അപ്പോൾ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റിന് നമ്മളൊരു ജനറൽ ഫോർമാറ്റൊക്കെ പഠിച്ചതാണ്. അതായത് AB + CD ഇങ്ങനെയാണെങ്കിൽ സാധാരണ നമ്മൾ മെറ്റൽ നോൺ മെറ്റൽ ഇങ്ങനെയാണ് എഴുതുക കേട്ടോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കോമ്പൗണ്ട് എഴുതുമ്പം NaCl എന്ന് പറയുമ്പോൾ ആദ്യം മെറ്റൽ പിന്നെ നോൺ മെറ്റൽ അങ്ങനെയാണ് എഴുതുക. അപ്പോൾ നമുക്കിതിന് പോസിറ്റീവ് നെഗറ്റീവ് സൈൻ കൊടുത്തു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഉണ്ടാവുക? AD + CB ഇങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ, AD + CB. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ജനറൽ ഇക്വേഷൻ. ആ തരുന്നതിൽ 2 ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ഉണ്ടോ എന്നൊന്ന് നോക്കിയാൽ മാത്രം മതിയാവും കേട്ടോ. അതായത് ഇവിടെ NAയും വന്നു, SO4 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് അയോണും വന്നു, BAയും വന്നു, Cl എന്ന് പറയുന്ന വേറൊരു അയോണും വന്നു. അങ്ങനെ ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ Fe മാത്രമേ ഉള്ളൂ, ഇവിടെ CuSO4 ഉണ്ട്. അതായത് ഒരു A + BC ആ ഒരു ഫോർമാറ്റിലാണ് വരുന്നത് അല്ലേ. എന്ത് ചെയ്യുന്നു? നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ ഡിഫറൻസ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഓൾറെഡി FeSO4 + Cu. അതായത് അയൺ കോപ്പറിനെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്, ഇത് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്. ഇതെന്താണ്? ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ പ്രൊഡക്റ്റ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. A + B gives C അല്ലേ, ഒറ്റൊരു പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കോമ്പിനേഷൻ റിയാക്ഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ ഫോളോയിങ് റിയാക്ഷൻസ്. ഇത് വിട്ട് നമുക്കൊരു കളിയില്ല അല്ലേ. നമുക്ക് കെമിക്കൽ റിയാക്ഷൻ എഴുതാൻ എന്തായാലും ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നോക്കാം. ഹൈഡ്രജൻ + ക്ലോറിൻ ഗീവ്സ് ഹൈഡ്രജൻ ക്ലോറൈഡ്. വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണല്ലോ അല്ലേ. ഹൈഡ്രജൻ + ക്ലോറിൻ എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ മോളിക്യൂൾ ഫോമിൽ H2, ക്ലോറിൻ എന്ന് പറയുമ്പോൾ Cl2 ഫോമിലാണ് ഉണ്ടാവുക. ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ HCl ആണ് അല്ലേ. ഇനി ഇവിടെ നോക്കുമ്പോൾ Hഉം Clഉം 2 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ 2 എന്ന് എഴുതി ചേർത്ത് കഴിഞ്ഞാൽ ബാലൻസ്ഡ് ഇക്വേഷനായി. നിങ്ങൾ എക്സാമ്പിൾ എഴുതുമ്പോൾ എപ്പോഴും ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതണം കേട്ടോ, എന്നാൽ മാത്രമേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. നെക്സ്റ്റ്, ലെഡ് + കോപ്പർ ക്ലോറൈഡ് ഗീവ്സ് ലെഡ് ക്ലോറൈഡ് + കോപ്പർ. ഓരോ റിയാക്ഷൻസും കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, അത് ഏത് ടൈപ്പിൽ വരുന്നതാണെന്നും കൂടി ഒന്ന് മനസ്സിലാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ലെഡ് എന്ന് പറഞ്ഞാൽ PB ആണ്. കോപ്പർ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ CuCl2 ഉണ്ട് കേട്ടോ. ചില കുട്ടിക്ക്
നമ്മൾ NaCl എന്ന് മാത്രമല്ലേ വരുന്നുള്ളൂ. അപ്പോൾ എല്ലാത്തിൻ്റെ കൂടിയും Cl ചേർക്കും. പ്രത്യേകം എടുത്ത് പഠിക്കണം. ഇപ്പം അലുമിനിയം ക്ലോറൈഡ് ആണെങ്കിൽ Cl3 വരുന്നുണ്ട് അല്ലേ, മഗ്നീഷ്യം കോപ്പറൊക്കെ ആണെങ്കിൽ Cl2 വരുന്നുള്ളൂ. ഇതൊക്കെ എങ്ങനെ വരുന്നു എന്നുള്ളത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ 9th പഠിച്ചിട്ടുള്ളത്. നമ്മളിപ്പം വാലൻസി ഒന്നും മാച്ച് ചെയ്ത് കോമ്പൗണ്ടിൻ്റെ എന്താ പറയുക കെമിക്കൽ ഫോർമുല ഉണ്ടാക്കിയെടുക്കാനൊന്നും നമുക്ക് സമയമില്ല. അപ്പോൾ നമുക്കൊരു വരാവുന്ന കുറേ കോമ്പൗണ്ട്സ് നിങ്ങളെ ടീച്ചറും പലത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതെന്ത് ചെയ്യുക, ബൈഹാർട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അത് ഓട്ടോമാറ്റിക്കലി കണ്ടുകൊണ്ടിരിക്കുമ്പം ബൈഹാർട്ടഡ് ആവും, എന്നാലും ഏതെങ്കിലും ഓർമ്മയില്ലെങ്കിൽ ബൈഹാർട്ട് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്. ലെഡ് ക്ലോറൈഡാണ്. ലെഡ് ക്ലോറൈഡ് PbCl2 ആണ്. അതുപോലെ കോപ്പർ. ഇനി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇക്വേഷൻ ബാലൻസ്ഡ് ആണ് അല്ലേ, എല്ലാം കറക്റ്റാണ് LHSലും RHSലും. ദെൻ സിങ്ക് ഓക്സൈഡ് പ്ലസ് കാർബൺ ഗീവ്സ് സിങ്ക് പ്ലസ് കാർബൺ മോണോക്സൈഡ്. അപ്പോൾ സിങ്ക് ഓക്സൈഡ് ZnO ആണ്. കാർബൺ എന്ന് പറയുമ്പോൾ C മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണ് കിട്ടുന്നത്? സിങ്ക് പ്ലസ് കാർബൺ മോണോക്സൈഡ്. ഇവിടെയും നോക്കിയേ, Zn ഒരെണ്ണം കാർബൺ ഒരെണ്ണം അല്ലേ. ഇക്വേഷൻ ബാലൻസ്ഡ് ആണ്. ഓക്കെ, ഇനി ഇതിനൊരു ഓർ ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, നോക്കാം. വാട്ട് ഹാപ്പൻസ് വെൻ എ പീസ് ഓഫ് സിങ്ക് മെറ്റൽ ഈസ് ആഡഡ് ടു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ? സിങ്കും കോപ്പർ സൾഫേറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള റിയാക്ഷൻസ് വരുന്ന സമയത്ത് നമ്മൾ ഇതെന്ത് ടൈപ്പ് ഓഫ് റിയാക്ഷനാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ് അല്ലേ, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്. അപ്പോൾ നമ്മളൊന്ന് നോക്കണം, റിയാക്ടിവിറ്റി സീരീസിൻ്റെ ബേസിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇതല്ലേ. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് വാട്ട് ഹാപ്പൻസ് എന്നാണ്. അപ്പോൾ വാട്ട് ഹാപ്പൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ബ്ലൂ കളർ ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഗെറ്റ്സ് ഫെയ്ഡ് അവേ. എന്തുകൊണ്ടാണ്? സിങ്ക് ബീയിങ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ, കോപ്പർ റിയാക്ട്സ് വിത്ത് കോപ്പർ സൾഫേറ്റ് ടു ഫോം കളർലെസ് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ആൻഡ് എ സോളിഡ് ബ്രൗൺ കോപ്പർ ഗെറ്റ്സ് ഡെപ്പോസിറ്റഡ്. അതായത് നമ്മളിവിടെ ഈ ഇക്വേഷൻ ഉറപ്പായിട്ടും എഴുതണം. ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് കെമിക്കൽ ഇക്വേഷൻ അറിയാമെങ്കിൽ ആ ഇക്വേഷൻ നമ്മൾ എഴുതി കൊടുക്കണം കേട്ടോ. അതും നമുക്ക് നമ്മുടെ ആൻസർ ഒന്നും കൂടി എൻഹാൻസ് ചെയ്ത് കാണിക്കും. നിങ്ങളെല്ലാം അറിയുന്നവരാണ് എന്നൊരു തോന്നലും വരും. അപ്പോൾ എവിടെയൊക്കെ പോസിബിലിറ്റി ഉണ്ടോ അവിടെ ഫിഗർ വരയ്ക്കുക, ഇക്വേഷൻ എഴുതുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുന്നു? സിങ്ക് മോർ റിയാക്റ്റീവ് ആയതുകൊണ്ട് നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി. സിങ്ക് കോപ്പറിനേക്കാളും റിയാക്റ്റീവ് ആയതുകൊണ്ട് സിങ്ക് കോപ്പറിനെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്ത് സിങ്ക് സൾഫേറ്റ് ഉണ്ടാവുകയും ബ്ലൂ കളർ ഓഫ് ദ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഇല്ലാതാവുകയും ചെയ്യും. അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, വേണമെങ്കിൽ ഞാൻ ഈ കാണിച്ച ആൻസർ അതുപോലെ തന്നെ എഴുതാം. നെക്സ്റ്റ്, അലുമിനിയം മെറ്റൽ ഈസ് ആഡഡ് ടു ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. നമുക്കറിയാം ഇവിടെ ഇപ്പോൾ എങ്ങനെയാണ് വരിക? ഇത് ചിന്തിച്ച പോലെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഇത് മെറ്റൽ പ്ലസ് ആസിഡാണ് റിയാക്ഷൻ അല്ലേ. മെറ്റലും ആസിഡും റിയാക്ട് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. ജനറൽ ഇക്വേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ നമുക്കറിയാം അലുമിനിയം റിയാക്ട്സ് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു ഗീവ് അലുമിനിയം ക്ലോറൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. അതായത് മെറ്റൽ പ്ലസ് ആസിഡ് എന്തായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്? സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ അല്ലേ, സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ. അപ്പോൾ ഇവിടെ അലുമിനിയവും ഇവിടെ HCl ഉള്ളതായതുകൊണ്ട് ഏത് സോൾട്ടാണ് കിട്ടുക? അലുമിനിയം ക്ലോറൈഡാണ് കിട്ടുക. ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതണം കേട്ടോ. ബാലൻസ്ഡ് ഇക്വേഷൻ നോട്ട് ചെയ്യാം. ഓക്കെ, ദെൻ സിൽവർ മെറ്റൽ ഈസ് ആഡഡ് ടു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഓൾസോ റൈറ്റ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഇഫ് ദ റിയാക്ഷൻ ഒക്കേഴ്സ്. അപ്പോൾ ഇവിടെ ഒരു ഇഫ് ദ റിയാക്ഷൻ ഒക്കേഴ്സ് അങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ നമുക്കൊരു സംശയം വന്നു. എക്സാമിന് അങ്ങനെ തരണമെന്നില്ല കേട്ടോ. ഇക്വേഷൻ എഴുതാൻ വേണ്ടി തന്നെ പറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം ഓർക്കുന്നുണ്ടല്ലോ, റിയാക്ടിവിറ്റി സീരീസിൻ്റെ ഏറ്റവും താഴെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കില്ല? ലീസ്റ്റ് റിയാക്റ്റീവായ മെറ്റലിന് അതിൻ്റെ മേലെയുള്ള മെറ്റൽസിനെ ഒന്നും ഡിസ്പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലേ. അതുകൊണ്ട് എന്ത് സംഭവിക്കില്ല? ഇവിടെ ഒന്നും സംഭവിക്കില്ല. നോ റിയാക്ഷൻ വിൽ ഒക്കർ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ആൻസർ എഴുതാം. സിൽവർ മെറ്റൽ ഈസ് ലെസ് റിയാക്റ്റീവ് ദാൻ കോപ്പർ, therefore it cannot displace copper from copper sulfate solution. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് LHS എഴുതിയിട്ട് ആരോ മാർക്കിട്ട് നോ റിയാക്ഷൻ അവിടെ കൊടുക്കാം കേട്ടോ. നമുക്ക് വേറെ ഇക്വേഷൻ എഴുതാനില്ലല്ലോ. ഇനി 17th ക്വസ്റ്റ്യൻ, വൈ ഈസ് റെസ്പിറേഷൻ കൺസിഡേർഡ് ആസ് എൻ എക്സോതെർമിക് റിയാക്ഷൻ? വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റെസ്പിറേഷൻ്റെ ആ ഇക്വേഷൻ ഒന്ന് എഴുതി കൊടുക്കാം. റെസ്പിറേഷൻ്റെ ഇക്വേഷൻ എഴുതിയതിന് ശേഷം എന്ത് ചെയ്യാം?
എന്തുകൊണ്ടാണ് അത് എക്സോതെർമിക് ആയത്? അപ്പോൾ നമുക്കറിയാം അവിടെ ഹീറ്റ് എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ് പ്ലസ് എനർജി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതുന്നത് അല്ലേ റെസ്പിറേഷൻ്റെ ഇക്വേഷൻ. അപ്പോൾ ആസ് എനർജി ഈസ് ഓർ ഹീറ്റ് ഈസ് ഇവോൾവ്ഡ് ഡ്യൂറിങ് റെസ്പിറേഷൻ ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എൻ എക്സോതെർമിക് റിയാക്ഷൻ. നമ്മുടെ സയൻസിൽ സത്യം പറഞ്ഞ ആൻസേഴ്സ് എല്ലാം വളരെ സിമ്പിളാണ്. വളരെ ചെറിയ രീതിയിൽ ആൻസർ എഴുതിയാൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടും. പക്ഷെ ഓരോ കാര്യത്തിനും നമ്മൾ കറക്റ്റായിട്ട് ആൻസർ എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എളുപ്പമാണ് ശരിക്കും. നോക്കാം. ഡിഫൈൻ ദ ടേംസ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഇപ്പോൾ നിങ്ങൾ ഇതിനൊരു 3 തരത്തിലുള്ള ഡെഫിനിഷൻസ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ആ 3 തരത്തിലുള്ളതും എഴുതാം. അതായത് ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ അഡീഷൻ ഓഫ് ഓക്സിജൻ ആണ്, റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആണ്, റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ആണ്. റിഡക്ഷൻ എന്ന് പറയുമ്പോൾ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ, അഡീഷൻ ഓഫ് ഇലക്ട്രോൺ ഓർ റിമൂവൽ ഓഫ് ഓക്സിജൻ. ഇത്രയും തന്നെ എഴുതിയാൽ മതിയാവും. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഓക്കെ, ഐഡൻറ്റിഫൈ ദ സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് ഓക്സിഡൈസ്ഡ് ആൻഡ് റെഡ്യൂസ്ഡ് ഇൻ ദ ഫോളോയിങ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എക്സാമിന് ഇത്ര സിമ്പിൾ ആവണമെന്നൊന്നുമില്ല. കുറേ റിയാക്ഷൻസ് എടുത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. എന്നാലും ഇത് സിമ്പിൾ ആയാലും ചില കുട്ടികൾക്ക് ഇവിടെ കൺഫ്യൂഷൻ വരും. കാരണം നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് നോക്കിയേ, കോപ്പർ ഓക്സൈഡ് കോപ്പറായിട്ട് മാറി അല്ലേ? കോപ്പർ ഓക്സൈഡ് കോപ്പറായിട്ട് മാറി. അപ്പോൾ കോപ്പർ ഓക്സൈഡിൽ നിന്ന് ഓക്സിജൻ റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ റിമൂവൽ ഓഫ് ഓക്സിജനെയാണ് നമ്മൾ റിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതാ റെഡ്യൂസ് ആയത്? കോപ്പർ ഓക്സൈഡ് റെഡ്യൂസ്ഡ്. സിങ്ക് എന്തായി? സിങ്കിൻ്റെ കൂടെ ഓക്സിജൻ ആഡായിട്ട് സിങ്ക് ഓക്സൈഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സിങ്കാണ് എന്തായത്? ഓക്സിഡൈസ് ആയത്. സിങ്ക് ഓക്സിഡൈസ് ആയി. ഇത് റെഡ്യൂസിങ് ഏജൻറ്റ്. കോപ്പർ ഓക്സൈഡ് റെഡ്യൂസായി. ഇത് ഓക്സിഡൈസിങ് ഏജൻറ്റ് അല്ലേ? അങ്ങനെയല്ലേ? അതായത് ഇവിടെ കോപ്പർ ഓക്സൈഡ് ഇവിടെ ഉള്ളത് കൊണ്ടാണ് സിങ്കിന് ഓക്സിഡൈസ് ചെയ്ത് സിങ്ക് ഓക്സൈഡ് ആവാൻ പറ്റിയത്. അതുകൊണ്ടാണ് നമ്മൾ കോപ്പർ ഓക്സൈഡിനെ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് റിവേഴ്സും കേട്ടോ. ഇനി 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. എ സബ്സ്റ്റൻസ് എക്സ് ഈസ് യൂസ്ഡ് ഫോർ കോട്ടിംഗ് അയൺ ആർട്ടിക്കിൾസ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അല്ലേ ഏത് മെറ്റലാണ് അയൺ ആർട്ടിക്കിൾസിനെ കോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, റസ്റ്റിങ് വരാതിരിക്കാൻ. നമുക്കറിയാം. അതെന്ത് ചെയ്യുന്നു? ആഡ് ടു ബ്ലൂ സൊല്യൂഷൻ ഓഫ് എ റെഡിഷ് ബ്രൗൺ മെറ്റൽ വൈ. റെഡിഷ് ബ്രൗൺ മെറ്റൽ വൈയുടെ ബ്ലൂ സൊല്യൂഷൻ. ഏതായി റെഡിഷ് ബ്രൗൺ മെറ്റൽ? അതിൻ്റെ സൊല്യൂഷൻ ബ്ലൂ കളറിലാണ് ഇരിക്കുക. അപ്പോൾ അത് കോപ്പർ ആയിരിക്കും അല്ലേ? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ കളർ ഓഫ് ദ സൊല്യൂഷൻ ഗെറ്റ്സ് ഡിസ്ചാർജ്ഡ്. കളർ എന്ത് ചെയ്യുന്നു? കുറച്ച് കഴിയുമ്പം അതായത് ഇല്ലാതെയാകുന്നു. ഐഡൻറ്റിഫൈ എക്സ് ആൻഡ് വൈ ആൻഡ് ഓൾസോ ദ ടൈപ്പ് ഓഫ് റിയാക്ഷൻ. എക്സും വൈയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടത്. നമ്മൾ എക്സും വൈയും ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്തു. എക്സ് എന്താണ്? കോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് സിങ്കും, വൈ എന്ന് പറയുന്നത് കോപ്പർ ആൻഡ് വൈ. ബ്ലൂ സൊല്യൂഷൻ ഓഫ് എ റെഡിഷ് ബ്രൗൺ മെറ്റൽ വൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൊല്യൂഷൻ അല്ല വൈ, മെറ്റലാണ് വൈ. അപ്പോൾ വൈ എന്ന് പറയുമ്പോൾ കോപ്പറാണ്. കോപ്പർ സൾഫേറ്റ് അല്ലേ? കോപ്പറാണ്. ശ്രദ്ധിക്കാതിരുന്ന ചില ആൾക്കാർ കോപ്പർ സൾഫേറ്റ് എന്ന് എഴുതി വെക്കും. അത് രണ്ടും എഴുതിയതിന് ശേഷം ഐഡൻറ്റിഫൈ എക്സ് ആൻഡ് വൈ ഓൾസോ ദ ടൈപ്പ് ഓഫ് റിയാക്ഷൻ. ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷനാണെന്ന് മാത്രമേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷനാണിത്? സിങ്ക് പ്ലസ് കോപ്പർ സൾഫേറ്റ് ഗീവ്സ് സിങ്ക് സൾഫേറ്റ് പ്ലസ് കോപ്പർ, അങ്ങനെയാണല്ലോ കിട്ടുക. അപ്പോൾ അതെന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്. ഓക്കെ, അപ്പോൾ 3 മാർക്ക് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഹെൽപ്ഫുൾ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. താങ്ക് യു.